തളപതി വിജയ് നായകനായ ജനനായകൻ സിനിമയിലെ ദ ട്രൂ ലീഡർ എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. വാളിയാ ദ ട്രൂ ലീഡർ. ഫസ്റ്റ് ഗ്ലിംസിൽ വന്ന ആ ബീജമാണെന്ന് തോന്നുന്നു ആ പാട്ട്. ഒരു തളപതി. പിന്നെ ലിറിക്സ് അമോക് ബാലാജി, മ്യൂസിക് അനിരുദ്ധ്. ആ തിയേറ്ററിലെ മ്യൂസിക് ഇട്ട് അനിരുദ്ധ് പത്തിക്കും ഗൈസ്. തളപതി. ഓ തളപതി. തളപതി വിജയ് മ്യൂസിക് വിട്ട് വരുമ്പോഴേ ഓ ഗൈസ്, പടത്തിൽ അനിരുദ്ധ് മിന്നിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ബിജിഎമ്മിന്റെ അയ്യരുകളായിരിക്കും. ആൻഡ് ഈ ബിജിഎമ്മിലൊക്കെ തളപതി വിജയം വരുമ്പോൾ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഓറ, ആ ഒരു ഫാൻ ബേസ് ഉള്ള ആ അത്രയും വലിയൊരു നായകൻ, ആ ഒരു ബ്രാൻഡ് നായകൻ, ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉള്ള നായകൻ ഇമ്മാതിരി ബിജിഎമ്മില് അദ്ദേഹം നടന്നു വരുമ്പോ അത് FDFS ലാസ്റ്റ് പടം കൊളുത്തും. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊളുത്തും, അതിൽ വേറൊരു സംശയമൊന്നുമില്ല. ദ ട്രൂ ലീഡർ, അതിപ്പോ അദ്ദേഹം നേരിലും ആയി കഴിഞ്ഞു. ദ ട്രൂ ലീഡർ അനിരുദ്ധ്. അന്ന് ലീക്ക് എന്തായി പറഞ്ഞ ഇംഗ്ലീഷ് റാപ്പ് സോങ്. അനിരുദ്ധ് അമോക് ബാലാജി പടത്തിൽ മ്യൂസിക് ഒക്കെ വരുമ്പോഴേ തളപതി. അനിരുദ്ധ് തളപതി. തിരക്കിന് മാത്രമേ ഇവിടെ ഇടയ്ക്ക് കിട്ടുന്നത്. The true leader. തളപതി. മ്യൂസിക് ആയിട്ട് ചേർക്കാൻ തള്ളു കേട്ടോ, അതിന് വേറെ സംശയമൊന്നുമില്ല. ഇതിന് മുമ്പ് ഈ സോങ് എന്തോ റിലീസ് ചെയ്തപ്പോ ഹനുമാൻ കൈൻഡാണ് പാടിയെന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇതിൽ സിംഗർ ആൻഡ് ലിറിക്സ് പറഞ്ഞിരിക്കുന്നത് അമോക് ബാലാജിയാണ്. മേ ബി അത് ചിലപ്പോ ഇനി വേറെ റാപ്പ് ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആ വന്ന പേര് മാറിപ്പോയോ എന്നുള്ള അറിഞ്ഞൂടാ. ബട്ട് ദ ട്രൂ ലീഡർ സോങ് പടത്തില് അനിരുദ്ധ് തളപതി വിജയ് എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ കത്തിക്കും മ്യൂസിക് ഇട്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇടയിൽ തളപതി എന്ന് വന്നിട്ട് അതിൽ വേറൊരു ഇംഗ്ലീഷ് റാപ്പ് പോർഷൻ ആഡ് ചെയ്യുക, അതിൻ്റെ ഇടയിലിട്ട് കത്തിക്കുക. മച്ചിന മച്ചിനെ മാത്രം എവിടെ നിന്നാണ് ഈ മ്യൂസിക് പരിപാടികളൊക്കെ കിട്ടുന്നെന്ന് ഒരു പിടിയില്ല. അതായത് എക്സൈറ്റഡ് ആണ്, എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിപ്പോ ഒരു ലാസ്റ്റ് പടമാണ്, ഇനി ഒരു പടം ഇല്ല. ലാസ്റ്റ് FDFS ആണ്, ഇനി ഒരു FDFS ഇല്ല. അവസാന ഒരു ചിത്രം, അവസാന FDFS. അതിൽ ഇത്രയും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അത് എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ അനിരുദ്ധ് നന്നാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ദ ട്രൂ ലീഡർ, അദ്ദേഹം ഇപ്പൊ യഥാർത്ഥ ട്രൂ ലീഡർ ആണ്. ഇപ്പൊ തന്നെ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴേക്കും അദ്ദേഹം വായി തുറക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം ഇതിനെ സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത്രയ്ക്കും എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വരണമെന്നും പറയുന്നു. അപ്പൊ ആ ഒരു ഓഡിയോക്ക്, ആ ഒരു സോങ്ങിന് കറക്റ്റ് ടൈറ്റിലാണ് ദ ട്രൂ ലീഡർ. ഫുള്ളി ദ ട്രൂ ലീഡർ CM വിജയ്. എടാ ലീഡർ ആണ്ട ലീഡർ. ആ മ്യൂസിക്കിൽ ഇനി നോക്കിയോ, ആ സ്റ്റെൻഡിലോ അല്ലെങ്കിൽ നടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സീനിലെടുത്ത് ഈ ഒരു തളപതി വിളിച്ചിട്ട് ആ ഒരു ഇംഗ്ലീഷ് റാപ്പ് പോർഷനൊക്കെ ഇടും. എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല, മ്യൂസിക് വേറെ എന്തായാലും അനിരുദ്ധിന്റെ കയ്യിൽ കാണും. നാളെ അനിരുദ്ധ് പണി വയ്ക്കും, വേറെ സംശയമൊന്നുമില്ല. അമ്മാര് മ്യൂസിക് ഒക്കെ തരും. അതിൽ തളപതി വിജയുടെ ആ സ്ക്രീൻ പ്രസൻസും ഓറയൊക്കെ കൂടെ ചേരുമ്പോ ഡബിൾ ട്രീറ്റ് ആയിരിക്കും, എന്റർടൈനിങ് എലമെന്റ്സ് ആയിരിക്കും. പിന്നെ ലീക്ക്ഡ് ആണ്, HD പ്രിന്റ് വന്ന് എല്ലാവരും കണ്ടു വന്ന്, എന്നിട്ടും ഇവിടെ ഫാസ്റ്റ് ഫില്ലിങ്, സോൾഡ് ഔട്ട്, പ്രീസെയിൽസ്, ബുക്ക് കളക്ഷന്, ടിക്കറ്റ്. അത് കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് അങ്ങനെയാണ്. റിവ്യൂവും കാര്യങ്ങളൊന്നും ഇതിൽ ഒരു കാര്യത്തിലേക്ക് വരുത്തുമില്ല. ഈയിടെ പുള്ളിക്ക് ആ ഒരു ഓറ എന്ന് പറയുന്നത്
6 മാസം കഴിഞ്ഞ് വരുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് അതിന് കിട്ടുന്ന വരവേൽപ്പ്, അതിന് കിട്ടുന്ന ആ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത്, ദ ട്രൂ ലീഡർ സോങ്ങും അനിരുദ്ധ് വീണ്ടും കത്തിക്കും, അതിന് സംശയമൊന്നുമില്ല. തളപതി വിജയ് മിന്നിക്കുകയും ചെയ്യും. തിയേറ്ററിലുണ്ടാ നാളെ.